ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നാം ഇവിടെ വായിക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശങ്ങളുടെ ഗ്രന്ഥമാണ്. ഇന്ന് 11-ാം ദിവസം. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബിക് എന്ന വൈദികന്റെ നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികരെ പോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് കടക്കാം. മാർച്ച് 27, 1974, 43, ഡേ 11. അവരെ എൻ്റെ മാതൃഹൃദയത്തിൽ അർപ്പിക്കുക. എൻ്റെ ഈ പുത്രന്മാരെ ഒരുമിച്ച് കൊണ്ടുവരിക. അവർക്ക് പരസ്പരം അറിയുന്നതിനും കാണുന്നതിനും സ്നേഹിക്കുന്നതിനുമുള്ള സമയമാണിത്. നീ എന്നിലാണ്. നീ ഈ സമ്മേളനങ്ങളിൽ സംസാരിക്കുമ്പോൾ സത്യമായി ഞാൻ നിങ്ങളുടെ മധ്യേയുണ്ട്. നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിലും ആത്മീയമായി മാത്രമല്ല, യാഥാർത്ഥ്യത്തിലും സത്യമായും ഞാൻ സന്നിഹിതയാണ്. എൻ്റെ ഈ സാന്നിധ്യത്തെപ്പറ്റിയുള്ള സുനിശ്ചിതമായ അടയാളങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും. ഓരോരുത്തരും ഇതേപ്പറ്റി ബോധവാന്മാരായിത്തീരും. അവരുടെ ജീവിതം സാവകാശമായി മാറുകയും അവരുടെ ആത്മാവിനെ എൻ്റെ മാതൃലാളന മൃദുവായി സ്പർശിക്കുകയും ചെയ്യും. ആകയാൽ എൻ്റെ മകനെ, നീ മറ്റൊന്നും അന്വേഷിക്കരുത്. എൻ്റെ വിമല ഹൃദയത്തിൽ എന്നെന്നും ആയിരിക്കുന്നതൊഴിച്ച് മറ്റൊന്നിനെയും കുറിച്ച് നീ ഉത്കണ്ഠപ്പെടരുത്. എൻ്റെ പുത്രന്മാരെ, എത്ര ആഹ്ലാദവും ആശ്വാസവുമാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് നൽകുന്നത്. എൻ്റെ ഈ പ്രിയപ്പെട്ട മക്കളെയെല്ലാം എൻ്റെ പക്കൽ കൊണ്ടുവരിക. അവരെ എൻ്റെ സൈനിക നിരയിലേക്ക് കൊണ്ടുവരിക. അവരെ എല്ലാവരെയും എൻ്റെ മാതൃഹൃദയത്തിലാക്കുക. ഏപ്രിൽ 1, 1974, 44. അവർ തങ്ങളുടെ സഹനങ്ങൾ എനിക്ക് സമർപ്പിക്കട്ടെ. എൻ്റെ മകനെ, ഞാൻ നിന്നെ നയിക്കുന്ന വഴി വിഷമമുള്ളതാണ്. എങ്കിലും ഞാൻ നിനക്കായി എപ്പോഴും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. ഈ വഴിയിൽ എത്രയെത്ര വൈഷമ്യങ്ങളും വിതറിയിരുന്നത്. എങ്കിലും നീ നിരാശപ്പെടരുത്. നീ ഇത്രമാത്രം ഭയചകിതനാകുന്നത് എന്തുകൊണ്ട്? എന്തിനെയാണ് നീ ഭയപ്പെടുന്നത്? നിന്നെ നയിക്കുന്നതിന് നീ എന്നെ അനുവദിക്കുക. സദാസമയവും എൻ്റെ ഹൃദയത്തിൽ വസിക്കുക. നീ നേരിടേണ്ടി വരുന്ന എല്ലാ വിഷമങ്ങളെയും നിന്റെ സകല ക്ലേശങ്ങളെയും നീ അനുഭവിക്കുന്ന പരിത്യക്ത അവസ്ഥയെയും എനിക്ക് നീ അർപ്പിക്കുക. എൻ്റെ വൈദിക സുതർ എന്നോടുള്ള സ്നേഹം നിമിത്തം എനിക്കർപ്പിക്കുന്ന സഹനങ്ങളെക്കാൾ എൻ്റെ വിമലവും ദുഃഖിതവുമായ ഹൃദയത്തിന് ആശ്വാസമരുളുന്ന മറ്റൊന്നുമില്ല. യേശു തന്നെയും തൻ്റെ എല്ലാ സഹനങ്ങളെയും എന്നിലൂടെയും എന്നോടു കൂടെയും പിതാവിന് സമർപ്പിക്കാൻ തിരുമനസ്സായി. എൻ്റെ പുത്രൻ പിതാവിന് ഈ വിധം അർപ്പിച്ചതുകൊണ്ടത്രേ ഞാൻ യഥാർത്ഥത്തിൽ സഹരക്ഷക ആയത്. എൻ്റെ ഈ മക്കൾ അവരുടെ എല്ലാ ക്ലേശങ്ങളും തെറ്റിദ്ധാരണകളും വൈഷമ്യങ്ങളും എനിക്ക് അർപ്പിക്കട്ടെ. ഇതാണ് അവർക്ക് എനിക്ക് അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. കാരണം ഈ വിധത്തിലത്രേ തക്ക സമയത്ത്, നിങ്ങളുടെ ഈ സമയത്ത്, അമ്മ, സഹരക്ഷക എന്നീ നിലകളിൽ എൻ്റെ ദൗത്യം നിർവഹിക്കാൻ അവർ എന്നെ അനുവദിക്കുന്നത്. യേശു വീണ്ടെടുത്ത അനേകം ആത്മാക്കളെ ഞാൻ രക്ഷിക്കും. ഇപ്പോൾ യേശുവിൽ നിന്ന് വളരെ അകലത്തിലായിരിക്കുന്ന അവർക്കു വേണ്ടി എന്നോടൊത്ത് എൻ്റെ മക്കളും പരിഹാരം ചെയ്യും. ഓ, അവരിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ടത് പ്രാർത്ഥനയും സഹനവും മാത്രമത്രേ. ഈ വിധത്തിലാണ് എൻ്റെ ഹൃദയത്തിന് യാഥാർത്ഥ്യത്തിൽ
ആശ്വാസമേകേണ്ടതും ഞാൻ അവരിൽ കൂടെ സാക്ഷാത്കരിക്കാനിരിക്കുന്ന എൻ്റെ മഹാകാരുണ്യത്തിൻ്റെ പദ്ധതിക്ക് അവർ പ്രത്യുത്തരം നൽകേണ്ടതും. ഏപ്രിൽ 18, 1974, 45. അവർക്ക് ഈ ജലം ഞാൻ പ്രദാനം ചെയ്യും. വരണ്ട ഭൂമി ഒരു മഞ്ഞുതുള്ളിക്ക് വേണ്ടി നിലവിളിക്കുന്നത് പോലെ എൻ്റെ തിരുസഭ ഞാൻ വൈദികരുടെ ഇടയിൽ നിർവഹിക്കുന്ന ഈ ജോലിക്ക് വേണ്ടി വളരെ കാലമായി കാത്തിരിക്കുകയായിരുന്നുവെന്ന് നീ ഗ്രഹിക്കുന്നില്ലേ? വാസ്തവത്തിൽ എൻ്റെ സഭയിലെ വൈദികർ ഇന്ന് അതിനു വേണ്ടി ഏറ്റവും നന്നായി സന്നദ്ധരായിരിക്കുന്നു. അത് സ്വീകരിക്കുവാൻ അവർ അങ്ങേയറ്റം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആശങ്കാക്കുഴപ്പങ്ങളും ഈ അടുത്ത കാലത്ത് അസംഖ്യ വൈദികർ നടത്തിയ മതത്യാഗവും എൻ്റെ പുത്രന്മാരുടെ ആത്മാക്കളിൽ വരൾച്ചയേൽപ്പിച്ചിരിക്കുന്നു. അവരുടെ വലിയ ത്യാഗം ശമിപ്പിക്കാൻ ശുദ്ധജലം ഇപ്പോൾ വളരെ ആവശ്യമായിരിക്കുന്നു. ഈ ജലം ഞാൻ തന്നെ അവർക്ക് കൊടുക്കും. ഇക്കാരണത്താൽ നീ എൻ്റെ സ്വന്തമാകണം. മഹത്തായ പദ്ധതികൾക്കുള്ള ഞാൻ നിന്നെ പൂർണ്ണമായി നയിക്കുന്നതിന് നീ അനുവദിക്കുക. ഇപ്പോൾ മുതൽ എൻ്റെ പ്രസ്ഥാനത്തിനു വേണ്ടി സകല ബാധ്യതകളിൽ നിന്നും നീ സ്വതന്ത്രനാകണം. എൻ്റെ മകനെ, എൻ്റെ പ്രിയപുത്രന്മാരെ എല്ലാ ദിക്കുകളിൽ നിന്നും ഒരുമിച്ച് കൂട്ടുക. പരസ്പരം അറിയുന്നതിനും പരസ്പരം കാണുന്നതിനും സഹോദരന്മാരെ പോലെ പരസ്പരം ആഴമായി സ്നേഹിക്കുന്നതിനും പരസ്പരം സഹായിക്കുന്നതിനും ഇക്കാലത്തെ വിഷമകരവും വേദനാജനകവുമായ വഴികളിലൂടെ നിഷ്കപടതയോടെയും പരിത്യക്ത മനോഭാവത്തോടുകൂടെ എപ്പോഴും നടക്കുന്നതിന് പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ സമ്മേളനങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഭയപ്പെടേണ്ട. ഒരു അമ്മ എന്ന നിലയിൽ വീട്, വസ്ത്രം, ആഹാരം ഇവയെല്ലാം ഞാൻ തന്നെ കരുതി വയ്ക്കും. ഞാൻ നിന്നെ എല്ലാ മാനുഷിക പിന്തുണകളിൽ നിന്നും വിടർത്തി പൂർണ്ണമായ ശൂന്യതയിലേക്കും പൂർണ്ണതരമായ പരിത്യാഗ അവസ്ഥയിലേക്കും നയിക്കും. ഒടുവിൽ എനിക്ക് ഏറ്റവും തൃപ്തികരമായതും ഞാൻ എപ്പോഴും നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതുമായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും നിനക്കിടയാകും. ഞാൻ മാത്രം നിന്നെ നയിക്കുന്നതിന് നീ എനിക്ക് ഭരമേൽപ്പിക്കുക. എല്ലാം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക. എല്ലാം നിന്നോട് മാത്രം ചോദിക്കുക. നീ എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എൻ്റെ മാതൃഹൃദയം എത്ര സന്തോഷമാണ് അനുഭവിക്കുന്നത്. എൻ്റെ വൈദിക സഹോദരർക്ക് വേണ്ടി ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഈ പുത്രന്മാർക്ക് വേണ്ടി സർവ്വതും എന്നോട് ചോദിച്ചു കൊള്ളുക. അവയെല്ലാം നിനക്ക് ലഭിക്കും. എന്തെന്നാൽ എൻ്റെ വിമല ഹൃദയം അവരിൽ വരിക്കാനിരിക്കുന്ന എൻ്റെ മഹാവിജയം തുടങ്ങിക്കഴിഞ്ഞു. ലൂർദ്, ഏപ്രിൽ 30, 1974, 46. അരുമ മക്കൾ, എൻ്റെ ഈ എല്ലാ മക്കളോടും എൻ്റെ മാതൃഹൃദയത്തിലുള്ള ഹൃദയാർദ്രതയെപ്പറ്റി നീ ബോധവാനാണോ? പ്രത്യേകിച്ച് ശിശുക്കൾക്ക് നിഷ്കളങ്കർക്കുമാണ് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. ശുദ്ധതയെ എൻ്റെ ഹൃദയം എത്രയധികം ഇഷ്ടപ്പെടുന്നുവെന്നും സ്നേഹിക്കുന്നുവെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ സവിശേഷ സ്നേഹധാരണയ്ക്ക് ആത്മാക്കളെ തുറന്നു കൊടുക്കുന്നത് ഈ പുണ്യമത്രേ. ശുദ്ധതയോടുള്ള ഈ സ്നേഹം എന്നെ കാണുന്നതിന് അവരോടു കൂടെയുള്ള എൻ്റെ വാസം അനുഭവിച്ചറിയുന്നതിനും അവരെ പ്രാപ്തരാക്കുന്നു. വിശേഷാനുഗ്രഹം സിദ്ധിച്ച ഈ ആത്മാക്കളെ എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നതിനുള്ള സമയം ഇതാണ്. ഇതുമൂലം ഞാനും എൻ്റെ പ്രിയസുതൻ യേശുവും
വിപത്തുകളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും അവർക്ക് സംരക്ഷണമരുളുകയും ചെയ്യും. നീ എല്ലായിടത്തും കാണുന്ന രോഗികളും വേദന സഹിക്കുന്നവരുമായ എല്ലാവരും സവിശേഷാനുഗ്രഹം സിദ്ധിച്ച എൻ്റെ മക്കൾ തന്നെ. അവർ സഹനത്തിൻ്റെ വിലയെയും സഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും പറ്റി നിന്നെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും മറ്റെല്ലാവരേക്കാളുമുപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മക്കൾ എൻ്റെ വൈദികരാണ്. അവരെ ബന്ധിപ്പിക്കുന്നതുമൂലം എൻ്റെ ശത്രു വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തെയത്രേ ബന്ധിപ്പിക്കുന്നത്. നിനക്ക് ഇപ്പോഴും അജ്ഞാതമായിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളുടെ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് അവിടുന്ന് ഇതനുവദിക്കുന്നത്. എന്നിരുന്നാലും മാർഗഭ്രംശം സംഭവിച്ചുപോയവരും സംശയഗ്രസ്തരുമായ എൻ്റെ വൈദികസുതരുടെ ഏറ്റവും വലിയ തിരിച്ചുവരവ് വ്രണിതവും വ്യസനപൂരിതവുമായ എൻ്റെ ഹൃദയം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി എൻ്റെ പ്രസ്ഥാനത്തിലെ വൈദികരായ എല്ലാവരെയും ശേഷവിധിയായി ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളാണ് എൻ്റെ ഈ മുറിവിൽ സുഖദായകമായ തൈലം പുരട്ടുന്നവരും എൻ്റെ കഠിനദുഃഖത്തിൽ ആശ്വാസം തരുന്നവരും. എൻ്റെ മഹാവിജയത്തിനു വേണ്ടി ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ഉപകരണങ്ങളാണ് നിങ്ങൾ. ഇതോടുകൂടി ഇന്നത്തെ വായന അവസാനിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ സന്ദേശങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കൂടുതൽ പേർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ദയവായി ഈ സന്ദേശങ്ങളോടൊപ്പം ആയിരിക്കുക. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വായിച്ച് ഈ സന്ദേശങ്ങളോട് കൂടെ ചേരുക. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി. യേശുവേ സ്തുതി.